ഹലോ എവരിവൺ, വെൽക്കം ടു സൈറ ലേണിങ്സ്. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിഹാസ പുരാണ ട്രഡീഷൻ ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങളുണ്ട്. രാമായണയും അതേപോലെ മഹാഭാരതം. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് NDA നെറ്റ് എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ് ഈ ഒരു സെക്ഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതിഹാസ പുരാണ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിഹാസ പുരാണ ട്രഡീഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിനെ കുറിച്ചൊരു ഐഡിയ വേണമല്ലോ. അപ്പൊ ഇതിഹാസ എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതിന്റെ അർത്ഥം ദസ് ഇൻഡീഡ് ഇറ്റ് വാസ് എന്നാണ് ഇതിഹാസ കൊണ്ട് അർത്ഥമാക്കുന്നത്. പുരാണ നമുക്ക് അറിയാവുന്നതാണ്. പുരാണ അത് മലയാളത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. വിച്ച് ഈസ് ഓൾഡ്. ഓൾഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പുരാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് ഇവന്റ്സ് ആൻഡ് സ്റ്റോറീസ് ദാറ്റ് ആർ ബിലീവ്ഡ് ടു ബി ഓഫ് ആൻഷ്യന്റ് ടൈംസ്. പണ്ട് കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഥകൾ എന്നുള്ള രീതിയിലാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇതിഹാസ പുരാണ ഹാസ് ബീൻ മെൻഷൻഡ് ആസ് ദ ഫിഫ്ത് വേദ ഇൻ ചണ്ഡോക്യോപനിഷത്ത്. ചണ്ഡോക്യോപനിഷത്തിൽ ഇതിനെ 5ാമത്തെ വേദമായിട്ട് പരിഗണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഫിഫ്ത് വേദയായിട്ട് ഇതിഹാസ പുരാണത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ചണ്ഡോക്യ ഉപനിഷത്താണ്. ചിലപ്പം ഇങ്ങനെ തന്നെ ചോദിക്കാം, ഫിഫ്ത് വേദാസ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇനി അതിൽ ഫസ്റ്റ് വരുന്നത് രാമായണം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് രാമായണത്തെ കുറിച്ചാണ്. രാമായണ എന്ന് പറയുന്നത് ആദികാവ്യാണ്. നരേറ്റ്സ് ദ ലൈഫ് ഓഫ് രാമ. രാമന്റെ ജീവിതകഥയാണ് അതിൽ വിവരിക്കുന്നത്. അത് കമ്പോസ് ചെയ്തത് സാൻസ്കൃത ഭാഷയിലാണ്. അത് രചിച്ചിട്ടുള്ളത് സേജ് വാൽമീകിയാണ്. ഓൾമോസ്റ്റ് 24,000 വേഴ്സസ് ആണ് രാമായണത്തിലുള്ളത്. 24,000 വേഴ്സസ് ആണ്. ഡിവൈഡഡ് ഇൻറ്റു 7 കാണ്ഡാസ്. 7 ചാപ്റ്ററുകളായിട്ട് അല്ലെങ്കിൽ കാണ്ഡാസ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കലും പ്രധാനപ്പെട്ടതാണ്. ചിലപ്പം ഒരു 5-6 കൊടുത്തിട്ട് ഏതൊക്കെയാണ് രാമായണത്തിലെ ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ഇതിലില്ലാത്ത ഏതെങ്കിലും 1-2 കൊടുക്കും, എന്നിട്ട് ശരിയായത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ആ രീതിയിലൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതാണ് എന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കല് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ബാലകാണ്ഡ, അയോധ്യകാണ്ഡ, ആരണ്യകാണ്ഡ, കിഷ്കിന്ധ്യകാണ്ഡ, സുന്ദരകാണ്ഡ, യുദ്ധകാണ്ഡ, ഉത്തരകാണ്ഡ. 7 കാണ്ഡാസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബാലകാണ്ഡ, അയോധ്യകാണ്ഡ, അരണ്യകാണ്ഡ, കിഷ്കിന്ധ്യകാണ്ഡ, സുന്ദരകാണ്ഡ, യുദ്ധകാണ്ഡ, ഉത്തരകാണ്ഡ. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. The epic follows Rama's 14-year exile to the forest. രാമന്റെ വനവാസത്തെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് അതാണ്. അതിന് കാരണമായത് അദ്ദേഹത്തിന്റെ പിതാവ് ആണ് ഈ ഒരു വനവാസത്തിന് വേണ്ടി അയക്കുന്നത്. അതിന്റെ പിന്നിൽ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് രാമന്റെ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള കൈകേയിയാണ്. Travels across forest in the Indian subcontinent with his wife Sita and brother Lakshman. അവർ 3 ആൾക്കാരായിരുന്നു. സഹോദരൻ ലക്ഷ്മണനും അതേപോലെ രാമന്റെ വൈഫായിട്ടുള്ള സീതയും. കിഡ്നാപ്പിംഗ് ഓഫ് സീത ബൈ രാവണ. രാവണൻ എന്ത് ചെയ്യുന്നുണ്ട്? സീതയെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ദ കിങ് ഓഫ് ലങ്ക, ലങ്കയത്തെ രാജാവാണ് രാവണൻ. വിച്ച് റിസൾട്ടഡ് ഇൻ വാർ ആൻഡ് രാമാസ് ഇവൻച്വൽ റിട്ടേൺ ടു അയോധ്യ ടു ബി ക്രൗൺഡ്. ഇതാണ് അതിന്റെ മൊത്തം ഒരു രാമായണത്തിന്റെ മൊത്തം സ്റ്റോറി എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഇനി ഈ രാമായണത്തിന് ഡിഫറെന്റ് വേർഷൻ ഉണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഡിഫറെന്റ് വേർഷൻ ഉണ്ട്. ഇതൊരു വേർഷനാണ്, നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു വെച്ചത് ഒരു വേർഷനാണ്. ഇനി അതല്ലാത്ത പല രീതിയിലുള്ള വേർഷൻ രാമായണത്തിനുണ്ട്. അതിൽ പല മാറ്റങ്ങളുണ്ട്. പല മാറ്റങ്ങളും ആ ഒരു വേർഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി കമ്പോസ്റ്റ് രാമാവതാരം, ഓൾസോ നോൺ ആസ് കമ്പരാമായണം.
തമിഴ് രാമായണമാണ് കമ്പരാമായണം എന്നറിയപ്പെടുന്നത്. അത് കമ്പനാണത് രചിച്ചിട്ടുള്ളത്. 12th സെഞ്ചുറിയിലാണ് ഈ ഒരു കൃതി വരുന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഒരു 12th സെഞ്ചുറി സമയത്താണ് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് എത്തിയത് എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ഏകദേശം 3rd സെഞ്ചുറി ആ ഒരു സമയം തൊട്ട് മുതലേ ഈ ഒരു രാമായണ നരേഷൻ എവിടെ ഉണ്ട്, ഈ ഒരു പ്രദേശത്തുണ്ട്. ഓക്കെ, ഈ ഒരു കമ്പരാമായണം രചിക്കപ്പെട്ടത് 12th സെഞ്ചുറിയിലാണ്. ഈ ഒരു തെലുങ്ക് ട്രാൻസ്ലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തെലുങ്ക് വെർഷൻ ഉണ്ട്. അത് രചിച്ചിട്ടുള്ളത് ഗോണബുദ്ധ റെഡ്ഡിയാണ്. ഓക്കെ, രംഗനാഥ് രാമായണം എന്നാണ് അറിയപ്പെടുന്നത്. 14th സെഞ്ചുറിയിലാണ് അത് വന്നിട്ടുള്ളത്, രംഗനാഥ് രാമായണം. ഇനി ഒരു ആസാമി വെർഷൻ ഉണ്ട്, ആസാമീസ് വെർഷൻ. മാധവ് കണ്ഠാലിയാണ് ഒരു ആസാമി വേർഷൻ രചിച്ചിട്ടുള്ളത്. ഇത് അറിയപ്പെടുന്നത് സപ്തകാണ്ഡ രാമായണം. ആ ഒരു 7 കാണ്ഡങ്ങളുള്ള രാമായണം എന്നുള്ള രീതി തന്നെ സപ്തകാണ്ഡ രാമായണം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രം ദ ഏർലി 14th സെഞ്ചുറി ഇറ്റ്സ് ദ ഓൾഡസ്റ്റ് ട്രാൻസ്ലേഷൻ ടു എ റീജിയണൽ ഇൻഡോ ആര്യൻ ലാംഗ്വേജ്. ഓക്കെ, ഇതാണ് റീജിയണൽ ഇൻഡോ ആര്യൻ ലാംഗ്വേജിലേക്കുള്ള ആദ്യത്തെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ രാമായണത്തിൽ. ഓക്കെ, ഇനി ഈ വാൽമീകി രാമായണ ഇത് തുളസിദാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിൽ രചിച്ചിട്ടുണ്ട്. അതാണ് രാംചരിത മാനസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, രാംചരിത മാനസ്, അതിന്റെ വർഷം ജസ്റ്റ് ഓർത്തിരിക്കുക, 1576 ആ ഒരു സമയത്താണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മിഡീവൽ സമയത്ത് കേട്ടോ. 1576 എന്ന് പറയുമ്പോൾ ഏകദേശം മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് തുളസിദാസ് ഇത് രാംചരിത മാനസ് രചിക്കുന്നത്. ഇനി ഇതിന്റെ ബുദ്ധിസ്റ്റ് വെർഷൻ ഉണ്ട്. ഇതിന് ബുദ്ധിസ്റ്റ് വെർഷനും അതേപോലെ ജൈന വെർഷനും ഒക്കെ ഉണ്ട്. ബുദ്ധിസ്റ്റ് വെർഷനിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് ദശരഥ വാസ് കിങ് ഓഫ് ബനാറസ്. ഓക്കെ, അദ്ദേഹം അയോധ്യത്തെ രാജാവല്ല, ദശരഥൻ അയോധ്യത്തെ രാജാവല്ലായിരുന്നു, ബനാറസിലെ രാജാവായിട്ടാണ് ബുദ്ധിസ്റ്റ് വെർഷൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ബുദ്ധിസ്റ്റ് വെർഷൻ ഓഫ് ദി രാമായണ അല്ലെങ്കിൽ ദശരഥ ജാതക രാമ അല്ലെങ്കിൽ രാമപണ്ഡിത. ഇൻ ദിസ് വെർഷൻ ഇതിന്റെ പേരെങ്ങനെയാണ്, രാമപണ്ഡിത എന്നാണ്. വാസ് സൺ ഓഫ് ദശരഥാസ് ഫസ്റ്റ് വൈഫ് കൗസല്യ. ഓക്കെ, ദശരഥയുടെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള കൗസല്യയിലുള്ള മകനാണ് രാമൻ അല്ലെങ്കിൽ രാമപണ്ഡിത. ലക്ഷ്മണന് വാസ് രാമാസ് യങ്ങർ ബ്രദർ, രാമന്റെ ബ്രദർ തന്നെയാണ്. ആൻഡ് ദ സൺ ഓഫ് സുമിത്ര, ദശരഥ സെക്കൻഡ് വൈഫ്. ഓക്കെ, അമ്മ വ്യത്യാസമുണ്ട്. ലക്ഷ്മണൻ വാസ് രാമാസ് യങ്ങർ ബ്രദർ ആൻഡ് ദ സൺ ഓഫ് സുമിത്ര. രാമാസ് വൈഫ് വാസ് സീത, അത് കറക്റ്റ് ആണ്. ദശരഥ സെൻഡ് ഹിസ് 3 children to a hermitage in the Himalaya for a 12-year exile to protect them from his wife Kaikeyi, who wanted to raise her son Bharata. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വനവാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ദശരഥൻ അയക്കുന്നുണ്ട്, ഹിമാലയത്തിലേക്കാണ് അയക്കുന്നത്. 3 മക്കളെ അയക്കുന്നുണ്ട്. പിന്നെ ദശരഥ ഡൈഡ് ആഫ്റ്റർ 9 years. ഓക്കെ, 12 വർഷത്തേക്കാണ് ഇവരെ പറഞ്ഞയക്കുന്നത്. പക്ഷെ 9 വർഷം കഴിയുമ്പോൾ ദശരഥ മരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് രംഗ ആൻഡ് സീത റിട്ടേൺ, ഇവർ മടങ്ങുന്നുണ്ട്. പക്ഷെ രാമൻ എന്ത് ചെയ്യുന്നില്ല, രാമപണ്ഡിത മടങ്ങുന്നില്ല. കാരണം 12 വർഷത്തേക്കാണ് പിതാവ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സൈൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസ്പെക്ട് കൊണ്ട് രാമപണ്ഡിത അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വേർഷനിൽ ഒരിക്കലും തന്നെ സീതയുടെ കിഡ്നാപ്പിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ രാവണ യുദ്ധത്തെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. ഓക്കെ, this version does not feature Sita's kidnapping. In this rendition, there is no Ravan or no Ravan war. ഓക്കെ, ആ ഒരു ലങ്കാദഹനമോ അല്ലെങ്കിൽ രാവണ വാറൊന്നും ഇവിടെ ഇല്ല, ബുദ്ധിസ്റ്റ് വേർഷനിൽ പരാമർശിക്കുന്നില്ല. ജൈൻ രാമായണത്തില്, ഓക്കെ, ജൈൻ വെർഷനിൽ രാവണ ഇസ് നോട്ട് കിൽഡ് ബൈ രാമ. ഓക്കെ, രാവണനെ കൊല്ലുന്നത് രാമനല്ല ജൈന വെർഷനിൽ. ആസ് ഇൻ ദി ഹിന്ദു വെർഷൻ, perhaps this is due to Rama's unwillingness to kill in his previous incarnation as he fled Jain self. ഓക്കെ, അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്, ജൈനായിരുന്നു. അപ്പോ ആ ഒരു അഹിംസ എന്നുള്ള ആ പോളിസി ഉണ്ടല്ലോ ജൈനില്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യാത്തത്, രാവണനെ കൊല്ലാതിരുന്നത്. ഇനി ഗുരുഗ്രന്ഥ സാഹിബില്, ഓക്കെ, ഇനി സിഖ് വെർഷനിൽ ഇൻ വിച്ച് രാവണ റെപ്രസെന്റ്സ് ഈഗോ. ഓക്കെ, രാവണ എന്ന് പറയുന്നത് ഈഗോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംബോളിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. സീത റെപ്രസെന്റ് ബുദ്ധി.
ഇന്റലക്ട്. സീത റെപ്രസെന്റ് ചെയ്യുന്നത് ബുദ്ധിയാണ് അല്ലെങ്കിൽ ഇന്റലക്റ്റിനെയാണ്. രാമ റെപ്രസെന്റ് ദ ഇന്നർ സെൽഫ്. And Lakshman represent the man, attention, mind. Okay. The Guru Granth Sahib also believes in the presence of the Shodhara, who were monarchs of their time, who did everything they could to restore order to the earth. Okay. അപ്പൊ ഇത്രയും വേർഷനും അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളുമാണ് നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതില് ബുദ്ധിസ്റ്റ് വെർഷൻ ഉണ്ട്, ജൈന വെർഷൻ ഉണ്ട്, സിഖ് വെർഷൻ ഉണ്ട്. ഓക്കെ. അതേപോലെ തമിഴ് രാമായണമുണ്ട്, കന്നഡയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അസാമീസ് ലാംഗ്വേജിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ആരാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അതിന്റെ സമയം ഒക്കെ പ്രത്യേകിച്ച് രാമചരിതമാനസ്, തുളസീദാസ്, അതൊക്കെയാണ് പ്രത്യേകിച്ച് നോക്കി വെക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് മഹാഭാരതയാണ്. വ്യാസനാണ് രചിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് 1 lakh വേഴ്സസ്. ഓക്കെ. ഓൾമോസ്റ്റ് 1 ലക്ഷത്തോളം വേഴ്സസ് എന്തുണ്ട് മഹാഭാരതയിലുണ്ട്. 18 പർവാസാണ്. മറ്റേത് 7 കാണ്ഡാസ് ആയിരുന്നു, 7 ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ 18 പർവാസാണ് മഹാഭാരതത്തിനുള്ളത്. ഓക്കെ. ദ ലോങ്സ്റ്റ് എപ്പിക് എവർ റിട്ടൺ. എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള എപ്പിക്കാണ്. ദ സ്റ്റോറി ഓഫ് പാണ്ഡവാസ് ആൻഡ് കൗരവാസ്, ഓൾസോ നോൺ ആസ് ജയസംഹിത എന്ന പേരിലും മഹാഭാരതം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജയസംഹിത എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. മെൻഷൻ കുരുക്ഷേത്ര വാർ, ഗീതോപദേശം is a part of Mahabharata. The text probably reached its final form by the early Gupta period. early Gupta periodലാണ് അതിന്റെ ഒരു പൂർണ്ണതയിലെത്തിയിട്ടുള്ളത്. Okay, the text probably reached its final form by the early Gupta period. ഇനി ഈ മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫൈസി ആൻഡ് അബ്ദുൽ ഖാദർ ബദൌനി made a Persian translation of the Mahabharata titled റാസ് നാമ. ഓക്കെ. റാസ് നാമ എന്നുള്ള ടൈറ്റില് ഫൈസിയും അതേപോലെ അബ്ദുൽ ഖാദർ ബദൌനിയുമാണ് കേട്ടോ. ഓക്കെ. അത് മാറിപ്പോകരുത്. ഫൈസിയും അബ്ദുൽ ഖാദർ ബദൌനിയുമാണ്. ഒരിക്കലും തന്നെ ഓപ്ഷനിലൊക്കെ ചിലപ്പോൾ അബുൽ ഫസൽ എന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല പേരും ഉണ്ടാവും. അപ്പൊ അതിലേക്കൊന്നും ആൻസർ മാറിപ്പോകരുത്. നല്ലോണം നോക്കി വെക്കേണ്ടതാണ്. ഫൈസിയും അതേപോലെ അബ്ദുൽ ഖാദർ ബദൌനിയുമാണ്. Under Akbar's instruction in the 18th Akbar's instruction. ഓക്കെ. ആ വർഷം നോക്കണ്ട, അത് മാറിപ്പോയതാണ്. 18th century അല്ല, 16th ആണ്. പിന്നെ എം.എൻ. ദത്ത് വാസ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. എം.എൻ. ദത്ത് ആണ് അതിന്റെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ. ശ്രീപദ് ദാമോദർ സത്വേക്കർ ആണ് an Indian Vedic scholar who was tasked by the Indian government with translating the critical edition of the Mahabharata into Hindi. ഓക്കെ. മഹാഭാരതയിലെ ക്രിട്ടിക്കൽ എഡിഷൻ, ഓക്കെ, അതിനെ ചെയർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്തിരുന്നത് ആരാണ്? ശ്രീപദ് ദാമോദർ സത്വാക്കർ ആണ്. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. കാരണം ചോദ്യത്തിൽ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്, ഏരിയ നന്നായിട്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മഹാഭാരതയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫൈസിയും അതേപോലെ അബ്ദുൽ ഖാദർ ബദൌനിയുമാണ് ഇതിന്റെ പേർഷ്യൻ ട്രാൻസ്ലേഷൻ കേട്ടോ. പേർഷ്യൻ ട്രാൻസ്ലേഷൻ ആണ്, മാറിപ്പോയത്. അക്ബറിന്റെ സമയത്താണ്. പിന്നെ മഹാഭാരതത്തിന്റെ ഫീച്ചേഴ്സ് എന്താ, അതിന്റെ പ്രത്യേകത എന്നുള്ള ഓർത്തിരിക്കുക. ആരാണ് രചിച്ചിട്ടുള്ളത്, എത്ര പർവാസ് ഉണ്ട്, എത്ര വേഴ്സസ് ഉണ്ട്, ഓക്കെ, അതിലെന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രാമായണത്തെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രാമായണം, അതിന്റെ പ്രത്യേകതകൾ, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷനുകൾ, ഓക്കെ, അതേപോലെ തന്നെ ട്രാൻസ്ലേഷനും. ഓക്കെ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.